ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വളരെ ടേസ്റ്റിയായ ഒരു ബീഫ് കറിയാണ്. സിമ്പിൾ റെസിപ്പിയാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയാണ്. അതിന് മുന്നേ നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ്. ഇതാണ് മല്ലിയില, കുറച്ചധികം മല്ലിയില എടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് കുറച്ചധികം വെളുത്തുള്ളി, പിന്നെ അരമുറി ഇഞ്ചി, പിന്നെ ഉണക്ക കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് മതി കേട്ടോ. പിന്നെ പച്ചമുളക് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കാം, എരിവിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതൊക്കെ കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. നന്നായി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് അരമുറി ചെറുനാരങ്ങയാണ്. അരമുറി ചെറുനാരങ്ങ ഇതുപോലെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബീഫ് കറി ചട്ടിയിലാണ് വെക്കുന്നത്. നമ്മൾ ചട്ടി ചൂടായതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ചൊരു കട്ട പിടിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിലേക്ക് നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് അരമുറി ഉള്ളിയാണ്. നൈസായി കട്ട് ചെയ്ത അരമുറി ഉള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മിക്സ് ഉണ്ടല്ലോ നേരത്തെ ആക്കി വെച്ചത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉപ്പാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബീഫിനും കൂടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഇതൊന്ന് പതക്കാൻ വേണ്ടിയിട്ടാണ് ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ബീഫാണ്, നന്നായി വാഷ് ചെയ്ത ബീഫാണ്. നമ്മളിത് പതിച്ചിട്ടുണ്ട്, ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. 2 സ്പൂണോളം മല്ലിപ്പൊടി നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്, നല്ല നാടൻ കുരുമുളക് പൊടിയാണ്. എന്നിട്ട് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നേരത്തെ മിക്സിൻ്റെ ബൗളിലായതുകൊണ്ടാണ് പച്ച കളറ്. നമ്മൾ വെള്ളം ഒഴിച്ചതിന് ശേഷം അടച്ച് വെക്കാം. ഒരു 20 മിനിറ്റോളം ഇത് അടച്ച് വെക്കണം. കാരണം ബീഫാണ്, പെട്ടെന്ന് വെന്ത് കിട്ടൂല. അതും നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത്. കുക്കറിലാണെങ്കിൽ 4 വിസിലിൽ പെട്ടെന്ന് വെന്ത് വരുമായിരുന്നു. ഇത് ചട്ടിയിൽ വെക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചധികം വേവ് വേണം, കുറച്ച് ടൈം എടുക്കും. നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മൾ വെന്തിനൊന്ന് നോക്കുന്നുണ്ട്. കുറച്ചും കൂടി ഒരു വേവിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് നമ്മൾ കുറച്ചും കൂടി വെക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇറച്ചി മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇത് നമുക്കൊന്ന് അടച്ച് വെക്കേണ്ടതുണ്ട്. 5 മിനിറ്റ് വരെ അടച്ച് വെക്കാം. 5 മിനിറ്റിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റിന് ശേഷം നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ നല്ല സിമ്പിൾ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.